തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും എന്തായാലും മത്സരിക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങനെ ഒരു പാലക്കാടോ അല്ലെങ്കിൽ ഇവിടെ മത്സരിക്കണം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് ഒന്നും കൂടെ ഉണ്ടാവും. പാർട്ടിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും കേരളത്തിലൊന്നും ഉണ്ടാവും. BJP എന്നുള്ള ഇതിലുപരി BJPയുടെ ഒരു ജനങ്ങളെ ബുള്ളി ചെയ്യുന്ന ഒരു രാഷ്ട്രീയം, ജനങ്ങളെ പൗരന്മാരല്ലാതെ ഒരു വീണ്ടും പ്രജകളാക്കി മാറ്റുക എന്നുള്ളൊരു രാഷ്ട്രീയത്തിൽ ആ രാഷ്ട്രീയത്തിനെതിരെയാണ് എന്ന് നിലകൊണ്ടിട്ടുള്ളത്. ആ രാഷ്ട്രീയത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനും ജനങ്ങളെ പൗരന്മാരാക്കി, അതായത് അധികാരബോധമുള്ള ഒരു പൗരന്മാരാക്കി മാറ്റാനുള്ള സ്വപ്നങ്ങൾ കാണാൻ മാറ്റുന്ന ജനങ്ങളാക്കാൻ പറ്റുന്ന ആ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ അതിന് കൂടെ ഫൈറ്റ് ചെയ്യാൻ എവിടെയാണെങ്കിലും എന്നും കൂടെ ഉണ്ടാവും. അത് പാർട്ടി തീരുമാനമാണല്ലോ. ഞാനൊരു പാർട്ടിയുടെ മെമ്പറാണ്. അപ്പോൾ പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് അതനുസരിച്ചുണ്ടാവും എന്തായാലും. ഇല്ല, അത് ഹൈപ്പോത്തറ്റിക്കലാണ്. പാർട്ടി എന്ത് തീരുമാനിക്കുന്നോ അതനുസരിച്ച് നിൽക്കും. അതെ, ഇല്ല, അത് ഞാൻ ഇവിടെ പാലക്കാട് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വരെ ഇവിടെ പഠിച്ചു വളർന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളയക്കോടും കല്ലേപ്പുള്ളിയും ഒക്കെ ആയിട്ട് ചന്ദ്രനഗർ ശ്രീ മൂകാംബിക വിദ്യാനികേതനിൽ പഠിച്ചതും പിന്നെ അച്ഛൻ കോട്ടമൈതാനത്തും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഓർമ്മ, എന്നെ പാലക്കാടോട്ട് വിളിച്ചപ്പോൾ എനിക്കൊക്കെ ഓർമ്മ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെന്മാറ വേലയ്ക്ക് പോകുന്ന വെടിക്കെട്ട് കേട്ട് മേടിക്കുന്നതും അല്ലെങ്കിൽ കൽപ്പാത്തി തേരിന് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളാണ് ഇവിടെ ഉള്ളത്. അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് ഇവിടെ വന്നപ്പോൾ എന്നുള്ളത് ഉള്ളൂ. ആ ഓർമ്മകളാണ്. പിന്നെ അച്ഛൻ വളർന്നത് അച്ഛൻ്റെ ചേച്ചിയുടെ കൂടെ ഇവിടെ പാലക്കാടാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് കോട്ടയത്തോട്ട് പോയത്. ഹൃദയബന്ധം എന്തോ ഉണ്ടാവട്ടെ, അതിന് ആ ഒരു പോരാട്ടത്തിന് എന്നും കൂടെ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും. അതായത് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത് കേന്ദ്രത്തിൽ മാത്രമല്ല, അത് ജനങ്ങളെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് കാണുക. അതിപ്പോൾ അത് കിറ്റാണോ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റാണോ സ്വീകരിക്കുന്ന, സർക്കാരിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്നവർ എന്ത് കൊടുക്കുന്നോ അത് സ്വീകരിക്കുന്ന ഒരാളാക്കി മാറ്റുക, ഒരു പ്രജകളാക്കി അല്ലെങ്കിൽ ഒരു ബെനിഫിഷ്യറി ആക്കി മാറ്റുക. അങ്ങനെ മതി, ചോദ്യം ചോദിക്കരുത്, നിശബ്ദരാകുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ മാത്രമല്ല, അത് കേരളത്തിലും അതിൻ്റെ പ്രതിഫലനമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനങ്ങളെ പൗരന്മാരാക്കുക എന്നുള്ളൊരു ചരിത്രമാണ്. ആ ഒരു രാഷ്ട്രീയത്തിന് കേന്ദ്രത്തിലും കേരളത്തിലും രാജ്യം ഉടനീളം വരേണ്ട ഒരു ആവശ്യമുണ്ടെന്നും അതിനോട് എത്രത്തോളം നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ അതിനുവേണ്ടി എന്നും കൂടെ ഉണ്ടാവുകയും ചെയ്യുക എന്നൊരു ധാരണയിലാണ്. ഇല്ല, എസെൻഷ്യലി പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടാണല്ലോ ഇത് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് അതുപോലെ ആയിരിക്കും. ഇല്ല, അത് വീണ്ടും തെരഞ്ഞെടുപ്പിനോടനുബന്ധപ്പെട്ടിട്ടുള്ള തീർച്ചയായിട്ടും പാലക്കാട് ഞാൻ മനസ്സിലാക്കിയത്രത്തോളം ഒരു കർഷകരുടെ ഒരു വലിയൊരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. MSPയുടെയും ഒക്കെ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മാത്രമല്ല കോയമ്പത്തൂരിനോടനുബന്ധപ്പെട്ട് തന്നെ വളരെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആവാൻ പറ്റുന്ന ഒരു ഇതാണ്. അത് കൊച്ചിയായിട്ടൊരു കോറിഡോറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിലും വളരെയധികം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സാധ്യതകൾ ഒത്തിരിയുള്ള സ്ഥലങ്ങളാണ്, സ്നേഹമുള്ള ജനങ്ങളാണ്. അതുകൊണ്ട് ഒത്തിരി ഉണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷേ എന്താ പറയുക, ഇതൊരു മത്സരം അല്ലെങ്കിൽ അങ്ങനെ ഒരു മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് മത്സരിക്കുക എന്നുള്ള രീതിയിലോട്ട് മാത്രമായിട്ട് ചുരുങ്ങുക എന്നുള്ളതല്ല. ഏത് രീതിയിലും വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ എന്നും കൂടെ ഉണ്ടാവും എന്നുള്ളത്. പാലക്കാട് സീറ്റ് സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ ഈ കഴിഞ്ഞ MLAയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നു. പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവുന്ന വരുന്നുണ്ടെന്നാണ്. ഇല്ല, അദ്ദേഹം അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ അത്ര ഫോളോ ചെയ്തൊരു ഇതല്ല. പക്ഷേ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന് അത് ഒരു തെറ്റാണെന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ പുറത്താക്കിയത്. അപ്പം എസെൻഷ്യലി അതിൻ്റേതായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നേരത്തെ ഉപതെരഞ്ഞെടുപ്പുണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു സരിൻ. അപ്പോൾ സരിൻ ഒക്കെ ഈ രീതിയിലേക്കൊക്കെ പൊളിറ്റിക്കൽ പ്രവേശനമൊക്കെ വന്ന ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഫൈറ്റൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇല്ല, തീർച്ചയായിട്ടും പൊളിറ്റിക്സിലോട്ട് എല്ലാ വിധത്തിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു വളരെ ഹൈ ആയിട്ടുള്ളൊരു പ്രവേശന ബാരിയറാണ് ഇറങ്ങാൻ ആൾക്കാർക്ക് താല്പര്യപ്പെടുന്നത്. ആ ഒരു ബാരിയർ കുറയേണ്ട കാര്യമുണ്ട്. എത്രയും ആൾക്കാർ രാഷ്ട്രീയത്തിലോട്ട് വരുന്നു അത്രയും നല്ലതും അതുപോലെ തന്നെ അത്രയും പാർട്ടിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയവും അത് ജനങ്ങൾക്ക് ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇന്ന് മടങ്ങും.